ബൈഅത്ത് നടന്നു. 70 ആളുകളും അതുപോലെ തന്നെ ഉദ്ധരിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ വേറൊരു റിവായത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യം ബൈഅത്തിനായി മുമ്പിൽ നിന്നത്. അതിനുശേഷമാണ് യസ്രിബിൽ നിന്ന് വന്ന ആളുകൾ ബൈഅത്ത് ചെയ്തത് എന്ന് കാണാൻ കഴിയും. വിവിധ ഗോത്രങ്ങളായ ആളുകൾ, ഉദാഹരണത്തിന് ബനു നജ്ജാർ ഗോത്രം, യസ്രിബിലുള്ള ഗോത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരുടെ ഗോത്രം എന്നറിയപ്പെടുന്ന ഗോത്രമാണ് ബനു നജ്ജാർ. അവർ പറയുന്നത് അസ്അദ് ഇബ്നു സുറാറ അവരുടെ ഗോത്രക്കാരനായതുകൊണ്ട് അസ്അദ് ഇബ്നു സുറാറയാണ് ആദ്യം റസൂലിന് കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തത് എന്ന് അവർ പറയുന്നു. വേറെ ചിലർ പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബറാ ഇബ്നു മാറൂർ ആണ്. പിന്നെ ചിലർ പറയുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹു ആണ്. ഏതായിരുന്നാലും അത് ഈ അസ്അദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മറ്റ് അബ്ബാസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒക്കെ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ അതൊരു ബൈഅത്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ കണക്കുകൂട്ടി എന്ന നിലക്കാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ബൈഅത്ത് നടന്നു. 70 ആളുകളും അതുപോലെ തന്നെ 2 സ്ത്രീകളും അടക്കമുള്ള ആളുകൾക്ക് ബൈഅത്ത് നടന്നു. പുരുഷന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ തൻ്റെ കയ്യിൽ മേൽ വെച്ചാണ് ബൈഅത്ത് നടത്തിയത്. സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാലുമാണ് ബൈഅത്ത് നടത്തിയത്. സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിലോ പിന്നീട് മദീനയിലെത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ മക്കം ഫത്ഹിലോ ബൈഅത്ത് നടന്ന ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ സ്ത്രീകളെ സ്പർശിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. സ്വഹീഹായ ഹദീസിലൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കാര്യത്തെ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം ഉദ്ധരിക്കുന്നുണ്ട്. മാ സ്വാഫഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംറഅതൻ അജ്നബിയ്യതൻ ഖത്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉടമ്പടി ചെയ്യുന്ന വിഷയത്തിലോ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ കൈ തൊട്ടുകൊണ്ട് ഒരു സ്ത്രീയെയും അന്യ സ്ത്രീയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തിട്ടില്ല. വാക്കാലായിരുന്നു അവരോടൊക്കെ ബൈഅത്ത് ചെയ്തത് എന്നാണ്. അങ്ങനെ 12 ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. 9 ആളുകൾ ഖസ്റജിൽ നിന്നും 3 ആളുകൾ ഔസിൽ നിന്നും. ആ 12 ആളുകളുടെ പേര് നമുക്കൊന്ന് പറയാം. അങ്ങനെ ആ 12 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമയത്തും യസ്രിബുകാരായ ആളുകൾക്ക് നേതാക്കന്മാരെ നിശ്ചയിച്ചു. അതിൽ പലരുടെയും പേരുകൾ നമ്മൾ ഇതുവരെ കേട്ട പേരുകളാണ്, നമ്മൾ അറിഞ്ഞ പേരുകളാണ്. ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് 9 ആളുകൾ. അസ്അദ് ഇബ്നു സുറാറ, കേട്ട് നമുക്ക് പരിചയമുള്ള നമ്മൾ ഒരുപാട് കേട്ട പേര്. സഅദ് ഇബ്നു റബീഅ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, റാഫി ഇബ്നു മാലിക്, ബറാ ഇബ്നു മാറൂർ, നമ്മൾ നേരത്തെ അറിഞ്ഞ സ്വഹാബി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം, ഇദ്ദേഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഖബയ്ക്ക് തൊട്ട് മുമ്പ് ആളുകൾ സ്വന്തം നാട്ടുകാരായ ആളുകളുടെ പ്രബോധനത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ച ആ നേതാവ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് അറിയാം, നമുക്ക് മുമ്പും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ അഖബയിൽ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് അദ്ദേഹമാണ്. സഅദ് ഇബ്നു ഉബാദ, മുന്ദിർ ഇബ്നു അംർ, ഇങ്ങനെ 9 ആളുകളാണ് ഖസ്റജ് ഗോത്രത്തിന്. ഔസ് ഗോത്രത്തിൽ നിന്ന് തോട്ടത്തിൽ വെച്ച് മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെയും പ്രബോധനം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച 2 ആളുകളിൽ ഒരാളായ ഉസൈദ് ഇബ്നു ഹുദൈർ, അദ്ദേഹവും സഅദ് ഇബ്നു ഖൈസമ എന്ന് പറയുന്ന സ്വഹാബിയും, അതുപോലെ റിഫാഅത്ത് ഇബ്നു അബ്ദുൽ മുന്ദിർ എന്ന് പറയുന്ന 3 ആളുകൾ. ഇവരാണ് ഔസ് ഗോത്രത്തിൽ നിന്ന് നേതാക്കന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്പോട്ടിൽ തന്നെ തിരഞ്ഞെടുത്ത ആളുകൾ. ഇവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശം കൊടുക്കുകയുണ്ടായി. കാര്യങ്ങൾ നിയന്ത്രിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഇവരുടെ ഉത്തരവാദിത്തം ഇവരെ ഏൽപ്പിച്ചു എന്നും കാണാൻ കഴിയും. അന്ന് ഈ ബൈഅത്തുൽ അഖബ അസ്സാനിയ എന്ന് പറയുന്ന 2ാമത്തെ അഖബയോട് കൂടിയാണ് അൻസാരികൾ എന്ന് പറയുന്നൊരു ഒരു പേരും അൻസാരികൾ എന്ന് പറയുന്ന ഒരു പദവിയും ഒക്കെ ഇസ്ലാമിൽ ശരിയായി ഉണ്ടാകുന്നു. അതുവരെ ഇല്ലല്ലോ. അതുവരെ അൻസാരികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഇസ്ലാമിക സമൂഹത്തിലില്ല, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലില്ല. മുമ്പത്തെ അഖബയിലും ചെറുതായി സഹായവും മറ്റു കാര്യങ്ങളും പ്രബോധനവും ഒക്കെ തുടങ്ങിയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ഹിജ്റ പോവുക, അവരവിടെ നിന്ന് റസൂലിനെ സഹായിക്കുമെന്ന ഉടമ്പടിയൊക്കെ ഉണ്ടാവുന്നത് ഈ അഖബയിലാണ്. അന്ന് വരെ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാതിരുന്ന ഒരു പ്രബല വിഭാഗം, ഒരു പ്രബല സമൂഹം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പുകഴ്ത്തിയ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് തന്നെ ഏറ്റവും നെടുംതൂണുകളായി വർത്തിച്ച അൻസാരികൾ എന്നൊരു വിഭാഗം അന്ന് മുതൽ ഉണ്ടായി എന്നാണ്. ആ ഒരു അഖബ എന്ന് പറയുന്ന 2ാം അഖബ എന്ന് പറയുന്നത് അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലാകാലം അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു സംഭവമായി മാറി. അവരുടെ ഏറ്റവും അഭിമാനകരമായ ഒരു സംഭവമായിരുന്നു അഖബ. പിൽക്കാലത്ത് കാണാൻ കഴിയും സ്വഹാബികളുടെ പദവികളുണ്ടുമ്പോൾ, അവരുടെ ശ്രേഷ്ഠതകളുണ്ടുമ്പോൾ അഖബയിൽ പങ്കെടുത്ത ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. കാരണം ആദ്യമായിട്ട് റസൂലിനെ 1ാമത്തെ അഖബയായിരുന്നാലും 2ാമത്തെ അഖബയായിരുന്നാലും ആ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. കാരണം അവർ അത്രത്തോളം, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വന്തം നേതാക്കന്മാരുടെ വാക്കുകളൊക്കെ നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടു. അവരത്രത്തോളം എല്ലാം നഷ്ടപ്പെട്ടും റസൂലിനെ സഹായിക്കാമെന്നും പ്രതിരോധിക്കാമെന്നുമുള്ള സ്വന്തം നഷ്ടങ്ങളൊക്കെ വകവയ്ക്കാതെ ആ ഒരു
അപകടം സ്വന്തം തലയിൽ ഏറ്റെടുത്ത ആളുകളായിരുന്നു അവർ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെപ്പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നതായി കാണാം. മുഹാജിരിങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. സ്വന്തം നാടും വീടും സമ്പത്തും ഒക്കെ വിട്ടു വന്ന ഫുഖറാക്കളായ മുഹാജിരിങ്ങൾ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളെ കുറിച്ച് പറയാണ്, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. എല്ലാം വിട്ട് മുഹാജിറുകളും പ്രവാചകരും അങ്ങോട്ട് വരുന്നതിന് മുമ്പ് സ്വന്തം വീടും നാടുമൊക്കെ അവർക്കായി ഒരുക്കി വെച്ചിരുന്ന ആളുകൾ. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ. സ്വന്തം വീടിനെയും ഈമാനിനെയും അവർക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് ഒരുക്കി വെച്ചിരുന്ന ആളുകൾ. അവർ വരുന്നതിന് മുൻപേ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. മുഹാജിരീങ്ങളോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു. അവർക്കുള്ള സമ്പത്തും അവർക്കുള്ള ആ ഒരു സുഖകരമായ ജീവിതവും ഒന്നും അവർക്ക് അതിനോടൊന്നും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഇവർക്ക് കൊടുക്കാൻ വിഷയത്തിൽ മുഹാജിരീങ്ങൾക്ക് എന്തും കൊടുക്കാമായി എന്നതായിരുന്നു അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. വയുസിറൂന അല അൻഫുസിഹിം. സ്വന്തത്തെക്കാൾ അവർ ദീനിനും മുഹാജിറുകൾക്കും റസൂലിനും അവർ പ്രാമുഖ്യം കൊടുത്തു, മുൻഗണന കൊടുത്തു. വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് അന്നും ഉണ്ടായിരുന്നു ദാരിദ്ര്യമുണ്ടായിരുന്നു, ആവശ്യങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഈ ദീനിനെ സഹായിക്കാൻ, മുഹാജിറുകളെ ഏറ്റെടുക്കാൻ അവർ കാണിച്ചു. വമൻ യൂഖ ശുഹ നഫ്സി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ഒരു പിശുക്കുണ്ടല്ലോ, ഈ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ ഏറ്റവും നിർണായക ഘട്ടത്തിൽ മുഹാജിറുകളെ സംരക്ഷിക്കാൻ അവർ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, ആ വിഷയത്തിൽ അവർക്കൊരു പിശുക്കും ഉണ്ടായിരുന്നില്ലല്ലോ. ആ പിശുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയല്ലോ. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ. ആ പിശുക്കില്ലാത്തവരാണ് വിജയികൾ. ആ പിശുക്ക് ഹൃദയത്തിൽ നിന്ന് എറിയപ്പെട്ട ആളുകളാണ് മുഫ്ലിഹീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെപ്പറ്റി പറഞ്ഞു. സൂറത്തുൽ ഹശ്റിലൂടെ ഒരുപാട് ആയത്തുകൾ അൻസാറുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അൻസാരികളെക്കുറിച്ച് അവരോടുള്ള കടപ്പാടിനെക്കുറിച്ച് മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നിട്ടില്ലല്ലോ. മക്ക ഫതഹ് നടന്ന സന്ദർഭത്തിൽ പോലും സ്വന്തം ഖുറൈശികളായ കുടുംബങ്ങളെ ആളുകളടക്കം ഇസ്ലാമിലേക്ക് വന്ന് പണ്ടുള്ള പ്രവാചകൻ്റെ കുടുംബത്തെയൊക്കെ അവരിൽ പലരും ഇസ്ലാം സ്വീകരിച്ച് മക്ക റസൂലിന് കീഴിലായപ്പോൾ പോലും റസൂൽ തിരിച്ച് അൻസാരികളുടെ നാട്ടിലേക്കാണ് പോയത്. മക്കയിൽ റസൂൽ പിന്നീട് സ്ഥിര താമസമാക്കിയിട്ടില്ല. മുഹാജിരിങ്ങൾക്ക് മക്കയിൽ പിന്നീട് സ്ഥിര താമസമാക്കാൻ പറ്റുകയുമില്ല. ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഹിജറ വിട്ട് ഒരു നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് നാട്ടിൽ ആ നാട് വിജയിച്ചടക്കിയാലും ശരി, ആ നാട്ടിൽ പിന്നീട് സ്ഥിര താമസമാക്കാൻ കഴിയില്ല. കാരണം അത് പൂർണ്ണമായി ഉപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചാണ് അവർ പോയത് എന്നതുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് പറയുകയുണ്ടായി, അൽ അൻസാർ, അൻസാരികളായ ആളുകളുണ്ടല്ലോ, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ. അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മുഅ്മിനീങ്ങളായിരിക്കും. ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ. മുഅ്മിൻ അല്ലാതെ അവരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖ്. അവരോട് വെറുപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും അൻസാരിയായ സ്വഹാബിയോട് അൻസാറുകളോട് വെറുപ്പുണ്ടെങ്കിൽ അവന് നിഫാഖുണ്ട്, അവൻ മുനാഫിഖാണ്. അവരെ വെറുക്കാൻ മുനാഫിഖിനല്ലാതെ കഴിയുകയില്ല. ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാ. അൻസാരികളെ ഇഷ്ടപ്പെട്ടവനെ റബ്ബ് ഇഷ്ടപ്പെട്ടു. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാ. അൻസാരിയെ വെറുത്തവൻ, അൻസാരികളെ വെറുത്തവനെ അള്ളാഹും വെറുത്തു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ഹദീസിലൂടെ പറയുന്നത്. ഒരുപാട് ഹദീസുകൾ സമാന ആശയത്തിൽ കാണാൻ കഴിയും. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ആയത്താണ്, ഒരു അടയാളമാണ് അൻസാരികളോട് ഇഷ്ടം ഹൃദയത്തിൽ ഉണ്ടാവുക. ഈമാൻ്റെ അടയാളമാണ് ഹുബ്ബുൽ അൻസാർ, അൻസാരികളുള്ള ഇഷ്ടം. വായത്തുൽ മുനാഫിഖി, മുനാഫിഖിൻ്റെ അടയാളമാണ് ബുഗ്ദുൽ അൻസാർ, അൻസാരികളെ വെറുക്കുക എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലൗ അന്നൽ അൻസാറ സലകൂ വാദിയൻ ഔ ശഅബൻ. അൻസാരികൾ ഒരു താഴ്വരയിലേക്ക് പ്രവേശിക്കുകയാണ്, അവരൊരു മലയിടുക്കിലേക്ക്, മലഞ്ചെരുവിലേക്ക് പോകുകയാണ്. ലസലക്തു ഫീ വാദിൽ അൻസാർ. ഞാൻ പോവുക അൻസാരികൾ എങ്ങോട്ടാണോ പോയത് അങ്ങോട്ടേക്കാണ്. വലൗലൽ ഹിജ്റ. ഹിജ്റ എന്നൊരു നടപടി അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഹിജ്റ എന്നതൊരു ഇസ്ലാമിൽ ഇല്ലായിരുന്നെങ്കിൽ, ലകുന്തു ഇംറഅം മിനൽ അൻസാർ. ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയായി മാറിയേനെ. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാരി ആയേനെ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അൻസാരികളുടെ ഒരു മഹത്തായ ഒരു ഫضല്, ഒരുപാട് ഫضലുകൾ, അവരുടെ ഒരുപാട് ശ്രേഷ്ഠതകൾ, മഹത്വങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ഹദീസാണ്. പിൽക്കാലത്ത്
ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾക്ക് മക്കം ഫത്ഹിന് ശേഷമുണ്ടായ യുദ്ധത്തിൽ ലഭിച്ച സ്വത്തുക്കളൊക്കെ ഖുറൈശികളായ അല്ലെങ്കിൽ അന്ന് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. അൻസാരികൾക്കൊന്നും കൊടുത്തില്ല. അൻസാരികൾക്കിടയിൽ സംസാരമുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊന്നും തന്നില്ലല്ലോ എന്ന്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയൊക്കെ കരയിപ്പിക്കുമാർ അവരുടെയൊക്കെ ഹൃദയങ്ങളെ തൊട്ടുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്, സംസാരം നടത്തുന്നുണ്ട്. ആ സംസാരത്തിൽ നിന്നുള്ളൊരു വാചകങ്ങളാണ് ഈ വാചകങ്ങളൊക്കെ, ഈ സമാന ആശയങ്ങളുടെ വാചകങ്ങളൊക്കെ. അൻസാരികളെ മറ്റുള്ള ആളുകളുമൊക്കെ ഈ ദുനിയാവിലെ ഒട്ടകങ്ങളും ആടുകളും മറ്റ് യുദ്ധത്തിൽ ലഭിച്ച സമ്പത്തുമൊക്കെ ആയിട്ട് വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് അത് പോരെ നിങ്ങൾക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതൊരു എത്രമാത്രം ശരിയാണത്. ബൈഅത്തുൽ അഖബ എന്ന് പറയുന്ന രണ്ടാമത്തെ 70 ആളുകൾ ഏറ്റെടുത്തത് അള്ളാഹുവിൻ്റെ റസൂലിനെയായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും ഇതുവരെ പിന്നീട് ഒരാൾക്ക് ലഭിക്കാത്തൊരു ഭാഗ്യത്തെയും കൊണ്ടാണ് അവരും യസ്രിബിലേക്ക് തിരിച്ചു പോയത്. പിന്നീട് റസൂൽ മക്കക്കാരനല്ല, പിന്നീട് മക്കയിലേക്ക് റസൂൽ സ്ഥിരതാമസമാക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദമില്ല. മക്ക ജയിച്ചടക്കിയാലും റസൂൽ താമസിക്കില്ല. അൻസാരികൾ എവിടെയാണോ ഉള്ളത്, യസ്രിബുകാരായ അൻസാരികൾ എവിടെയാണോ ഉള്ളത്, അവരുടെ നിലപാട് അൻസാരികളിൽ ഒരാളായി മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അടുത്താണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത്. അവരുടെ ഇടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജീവിക്കുന്നത്. ആ സന്ദർഭത്തിൽ മക്കം ഫത്ഹിൻ്റെ അവസ്ഥയിൽ തന്നെ ഈ അൻസാരികളെ ആളുകൾ ചോദിക്കുന്നതും കാണാൻ കഴിയും. ഇനി റസൂല് മക്കയിൽ തന്നെ നിൽക്കുമോ എന്ന് ചില ആളുകൾക്കൊരു സന്ദേഹമുണ്ടായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വാചകങ്ങൾ പറയുന്നുണ്ട്, നിൽക്കാൻ കഴിയില്ല, ഞാൻ അൻസാരികളോടൊപ്പം തിരിച്ച് യസ്രിബിലേക്ക് തന്നെ പോകുമെന്ന്. അത്രത്തോളം വലിയ ഒരു മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ടായ ഒരു സംഭവമായിരുന്നു ബൈഅത്തുൽ അഖബ അസ്സാനിയ, രണ്ടാം അഖബ ഉടമ്പടി. അൻസാരികൾ എന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഈ ദീനിനെ സഹായിക്കുന്ന റസൂലിനെ ഏറ്റെടുത്ത, ഈ ആദർശം ഏറ്റെടുത്ത, അന്ന് തങ്ങളിലേക്ക് വരാൻ എല്ലാം സ്വന്തം സമ്പത്തും സന്താനങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഉടുത്തിരുന്ന വസ്ത്രം മാത്രം ഉടുത്തുകൊണ്ട് വരുന്ന ആളുകളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത, മാനസികമായും എല്ലാ നിൽക്കും തയ്യാറെടുത്ത ആളുകളായിരുന്നു ഈ അൻസാരികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അൻസാരികളെ ഈ ഒരു സ്വഭാവം, ഈ ഒരു മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കി അൻസാരികളെപ്പോലെ ജീവിതത്തിൽ സേവനം ചെയ്യാൻ, ഈ ആദർശത്തെ അതിനാവശ്യമുള്ള സമയങ്ങളിൽ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാനും അതിനെ ഏറ്റെടുക്കാനും ഈ ആദർശത്തിൻ്റെ ആളുകളെയും ഈ ആദർശത്തെ സംരക്ഷിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും അത് പുലർത്താനും ആ സുന്നത്തിന് മരണം വരെ മുറുകെ പിടിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.